നമസ്കാരം. പുത്തുമലയും കവളപ്പാറയും കണ്ട് അതിന് ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് മുണ്ടക്കൈ ചൂരൽമല കണ്ടത്. നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ അതിൻ്റെ ഭീകരത ഇപ്പോഴും അതിൻ്റെ ഒരു പുനർനിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതായത് ഭീകരത ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഒരു നിമിഷം കൊണ്ടാണ് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയത്. പുത്തുമലയും കവളപ്പാറയും എടുത്തപ്പോൾ 2 ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത് ഒരൊറ്റ മഴയത്ത്. ഇവിടെ മുണ്ടക്കൈ ചൂരൽമലയിൽ നോക്കുമ്പോൾ ഒരു ഏരിയ ഒന്നായി ഒലിച്ചുപോയി. എത്ര പേർ മരണപ്പെട്ടു എന്നോ എത്ര പേരെ കാണാതായെന്നോ ഒരു ഐഡിയയും ഇല്ല. സർക്കാർ പറയുന്ന അല്ലെങ്കിൽ മറ്റു പലരും പറയുന്ന കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭീകരത അത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭീകരത മാറുന്നതിന് മുമ്പാണ് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ ധാരാളിയിൽ ഒരു ഗ്രാമം തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഒലിച്ചുപോയത്. എന്താണ് പുത്തുമലയിലും കവളപ്പാറയിലും അല്ലെങ്കിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റാത്തവർക്ക് കൃത്യമായ ദൃശ്യങ്ങൾ പകർന്നു തരികയാണ് ധാരാളി. ഒരു സെക്കൻഡ് കൊണ്ട് ആ ഉത്തരകാശി നദി സെക്കൻഡുകൾ കൊണ്ട് തന്നെ കരകവിഞ്ഞ് മണ്ണും ചെളിയും കല്ലും എല്ലാം ബഹുനില കെട്ടിടങ്ങൾ ഇടിച്ച് ബഹുനില കെട്ടിടങ്ങൾ അടക്കം ഒരു ഗ്രാമം അപ്പാടെ ചെളിയിൽ കൊണ്ടുപോകുന്നു. പറയുന്ന കണക്ക് 4 പേർ മരിച്ചു, അതുപോലെ 50 പേരെ കാണാനില്ല എന്നൊക്കെയാണ്. പക്ഷേ ആ വെള്ളം ഒഴുകി വരുമ്പോൾ തന്നെ രക്ഷപ്പെടാനായി ആൾക്കാർ ഓടുന്നത് ദൃശ്യത്തിലുണ്ട്. ആ ദൃശ്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ എത്ര മരണപ്പെട്ടു എന്നോ എത്ര പേരെ കാണാനില്ലാതായി എന്നോ പറയാൻ പറ്റില്ല. ഒരുപാട് കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ അടക്കം ഒരു ഗ്രാമത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിഞ്ഞ് അതിൻ്റെ മുകളിൽ ചെളി കയറി മണ്ണിനടിയിലായപ്പോൾ അതിൽ 50 പേരെ ഉള്ളൂ അല്ലെങ്കിൽ 4 പേരെ മരിച്ചുള്ളൂ എന്നൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനെത്താൻ മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ച പോലെ കുറച്ച് പ്രയാസമുണ്ടെന്നാണ്. ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ വലിയ പ്രയാസമാണ്. മലമേഖലകളാണ്, ഹെലികോപ്റ്റർ മാർഗത്തിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. കൂടുതൽ ജീവാപായങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റൂ. ദുരന്തങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മളെ തൂത്തെറിഞ്ഞു കളയുന്ന ദുരന്തങ്ങൾ അതിൽ അടിപ്പെടാതെ നമ്മളെ ഈ പ്രപഞ്ചശക്തി കാക്കട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റൂ. പക്ഷെ അതിനപ്പുറം നമ്മുടെ മനുഷ്യർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ പ്രകൃതി തന്നെ കാണിച്ചു തരുന്നതാണ് എന്നുകൂടി ചിന്തിക്കേണ്ടതാണത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ 2 വ്യക്തികളുടെ പേരിൽ താനാണ് വലുത്, തന്നെയാണ് അനുസരിക്കേണ്ടത് എന്നത് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുമ്പോൾ ആരുമല്ല ഒന്നുമല്ല എന്ന് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ കഴിയും എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പക്ഷേ ഇതൊക്കെ കണ്ടാലും കൊണ്ടാലും മനുഷ്യർ മനസ്സിലാക്കില്ല എന്നത് വേറെ കാര്യം. പക്ഷേ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പുത്തുമലയിലും കവളപ്പാറയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും അനുഭവിച്ചിട്ടുള്ള അതിലേറെ വേദന ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലും അതുപോലെ ധാരാളിയിലും ഇന്ന് ജനം അനുഭവിക്കുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ആ സംഭവം രാജ്യത്തെ ഞെട്ടിച്ചതാണ്, നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടെങ്കിലും മനുഷ്യർ നമ്മളൊക്കെ മനുഷ്യനായി ജീവിക്കാൻ കഴിയട്ടെ എന്നും. Different angles. Don't forget to subscribe and support this channel.